ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇതൊരു ചിക്കൻ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് ഹോട്ടലുകളിൽ നിന്നും വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്രൈ ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1 കിലോ ചിക്കൻ അവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇതുപോലത്തെ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. വലിയ കഷ്ണങ്ങൾ ആവശ്യമില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. കൈ കൊണ്ട് തന്നെ വേണം നമ്മൾ പുരട്ടി കൊടുക്കാൻ, സ്പൂൺ കൊണ്ടൊന്നും പുരട്ടരുത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും മുളകും ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവ് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നു. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു ചെറിയ ബൗള് തൈര് ആവശ്യമുണ്ട്. ഈ തൈരും കൊണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മുളക് പൊടിയും തൈരുമൊക്കെ ഈ ചിക്കനിലേക്ക് നല്ലതുപോലെ പുരട്ടി കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ നമ്മൾ പുരട്ടി കൊടുത്തു. ഇത് 1 മണിക്കൂർ നേരം അങ്ങനെ ഇരിക്കട്ടെ. ആ സമയം നമുക്ക് 2 മുട്ട പൊട്ടിച്ചെടുക്കാം. മുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നല്ലതുപോലെ ഇതൊന്ന് പതപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. എത്രയും പതപ്പിക്കാവോ അത്രയും നല്ലതുപോലെ പതപ്പിച്ചെടുക്കണം. ഇപ്പോൾ മുട്ട നല്ലപോലെ നമ്മൾ പതപ്പിച്ചെടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മൈദയാണ്. മൈദ കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. ഒരു 2 സ്പൂണ് കോൺഫ്ലവർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഒരുപാട് ആവശ്യമില്ല, 2 സ്പൂൺ മതിയാവും. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതെല്ലാം കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. കോൺഫ്ലവറും മൈദയും ഉപ്പും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനിയും ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ പീസ് എടുത്ത് ഈ മൈദയിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് മുക്കി എടുത്തതിന് ശേഷം ആ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മുക്കിയെടുക്കുക. വീണ്ടും ആ മൈദയിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൈദ കോട്ട് ചെയ്യുക. മൈദ നല്ലതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ കോട്ടിങ് നല്ലതുപോലെ കിട്ടും. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് അധികമുള്ള പൊടി കുടഞ്ഞു കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. 1 പീസും കൂടെ കാണിക്കാം. ഇതുപോലെ വീണ്ടും എടുത്തു മൈദയൊന്ന് കോട്ട് ചെയ്യുന്നു. മൈദ കോട്ടായതിന് ശേഷം മുട്ടയിലേക്ക് നമ്മൾ മുക്കിയെടുക്കുന്നു. വീണ്ടും ആ മൈദയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൈദ കവർ ചെയ്ത് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ പ്രസ് ചെയ്യുക. ഇതുപോലെ നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക.
പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിലെ നല്ലപോലെ ഒരു ലെയർ കിട്ടുന്നത് നമുക്ക്. അതിനുശേഷം പാത്രത്തിലേക്ക് മാറ്റാം. മൈദ കോട്ട് ചെയ്ത് നമുക്കൊരു 2 മിനിറ്റ് നേരം വെളിയിൽ വെക്കണം. 2 മിനിറ്റിന് ശേഷം ഇത് വറുത്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി. എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. എണ്ണ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. ആ ചിക്കൻ പീസുകൾ നല്ലതുപോലെ മുങ്ങി പൊരിഞ്ഞ് വരുന്നതാണ് നല്ലത്. നല്ലതുപോലെ മുങ്ങിക്കിടന്ന് പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപോലെ വെന്ത് കിട്ടും. ഇതിപ്പോൾ കുറച്ച് എണ്ണ കുറവാണ്. നിങ്ങൾ ഒഴിക്കും കുറച്ചുകൂടെ എണ്ണ കൂടുതൽ ഒഴിക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് മറു സൈഡും തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊരു 5 മിനിറ്റ് മതിയാവും. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല. തൈര് ചേർത്ത് കൊടുക്കുന്നുള്ളത് കൊണ്ട് നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും ചിക്കൻ. അതിനാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു. 2 മിനിറ്റ് കഴിഞ്ഞു. എല്ലാ വശവും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എണ്ണയുടെ തിളയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് നല്ലതുപോലെ ഫ്രൈ ആയതുകൊണ്ടാണ് തിള കുറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാം കൂടെ 5 മിനിറ്റ് മതിയാവും. ഒരുപാട് സമയം ആവശ്യമില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും അത് കോരി മാറ്റാവുന്നതാണ്. നല്ലതുപോലെ എണ്ണ കളയണം. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എണ്ണ മുഴുവനും പോകും. മുഴുവനും എണ്ണ കളഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പീസുകളും അതുപോലെ തന്നെ വറുത്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ കടകളിൽ പോയി വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്.